ഹേ ഗായ്സ്, സോ വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പം ഇന്ന് വോട്ടല്ലേ, അപ്പം എല്ലാവരും വോട്ട് ചെയ്യാനൊക്കെ പോയോ? താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോ കടന്നാലോ? അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കോവയ്ക്ക ഫ്രൈ ആണ്. ഇത് നമ്മളെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ് കേട്ടോ. ഇതാ ഈ ഒരു കോവക്ക കാണാൻ രസമല്ലേ, അതിൻ്റെ കളറും ഇതൊക്കെ കാണാൻ. നമ്മളെ വീട്ടിലുണ്ടാക്കണതിന് പ്രത്യേക ഒരു ഭംഗിയായിരിക്കില്ലേ കാണാനൊക്കെ. ഒരു 10 കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറും, അതായത് നമ്മൾ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ കൂടുതലും കോവയ്ക്ക് വാങ്ങുമ്പോൾ ഉപ്പേരി വെക്കല്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാന്ന്. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെച്ച കോവയ്ക്ക് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പം എന്താ, അടുപ്പിലോട്ട് ഒരു പാൻ വെക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഇക്കുക, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇവിടെ കറിവേപ്പില കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച കോവയ്ക്ക് നമുക്ക് കുറച്ചായി ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോളി, ഇന്ന് ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ കോവയ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളി, അല്ലെങ്കിൽ നമ്മൾ കോവയ്ക്ക ഫ്രൈ കരിഞ്ഞ ഫ്രൈ ആവും. ഇതാ നമ്മൾ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു ഫ്രൈ മാത്രം മതി, നമ്മൾ ചോറ് തോനെ കഴിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.